ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് നാളിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. ഷോർട്സ് ഡെയിലി ഇടുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ രാവിലെ തന്നെ ഡെയിലി റൊട്ടീനായിട്ടുള്ള എല്ലാ പരിപാടികളും തുടങ്ങിയത്. ഇതൊരു ബുധനാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികളെ ബാഗൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ അവരെ സ്കൂളിലേക്ക് അയക്കേണ്ട എല്ലാ ഒരുക്കങ്ങളും ആക്കി വെച്ചിട്ടുണ്ടതിന്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ, നമ്മൾ ഈ രാവിലത്തെ കുട്ടികളെ സ്കൂളിൽ റെഡിയാക്കുന്ന സമയം അത് ഒരിക്കലും നമുക്കൊരു കറക്റ്റ് വേയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തായാലും ഏതെങ്കിലും ഒന്ന് മിസ്സായി പോകും. പോരാതെ തന്നെ വീഡിയോ എടുക്കാൻ നിന്നാൽ അവരുടെ കാര്യങ്ങൾ മൊത്തത്തിൽ അവതാളത്തിലാവും. പിന്നെ അതുകൊണ്ട് അത് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ബാഗ് ഒരുക്കലും പിന്നെ ടിഫിൻ ബോക്സ് റെഡിയാക്കലും സ്നാക്സ് ബോക്സ് റെഡിയാക്കലും ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ കാണുന്നത് അതിന് ശേഷമുള്ളതാണ്, അവരൊക്കെ അയച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അതിനുശേഷം പിന്നെ ക്ലീനിങ്ങിനൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഈ കിച്ചണിലുള്ള ഈ ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന്. വെള്ളമൊക്കെ മാറ്റി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ചീഞ്ഞ ഇലകളുണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഞാൻ ഈ മണി പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ഷോർട്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഒരു ഇമേജെങ്കിലും കമൻ്റ് ആയിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരപ്പെട്ടേനു. പിന്നെ ഇതിപ്പോൾ കണ്ടില്ല, ഞാൻ ചെടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ എല്ലാ പണികളും അവിടെ ഉണ്ട്. കുറേ പാത്രങ്ങൾ വേസിലപ്പുറത്തുണ്ട്, അടിച്ചു വരാനുണ്ട്, തുടക്കാനുണ്ട്. അപ്പം മോന് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. രാവിലെ മക്കൾ പോകുമ്പോൾ തന്നെ എണീച്ചതാണ്. അപ്പോൾ അവനെ കുളിപ്പിക്കണം, ബ്രഷ് ചെയ്യിപ്പിക്കണം, ഇങ്ങനത്തെ പരിപാടി ഉണ്ട്. അപ്പോൾ അവനക്ക് എന്തെങ്കിലും കുടിക്കാനാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവനക്ക് കുറുക്കാക്കുന്നതിലത്ത് ഈ കുറച്ച് മക്കാന ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വറുത്തിട്ട് പൊടിച്ചിട്ട് അവൻ്റെ കുറുക്കിൻ്റെ പൗഡറിൽ ഓട്സ് പൗഡറിലോ അതിലൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ മക്കാന എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ചുണ്ടായതായിരുന്നു, ബാക്കി വന്നതായിരുന്നു. അപ്പോൾ ഇത് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല കറക്റ്റിൽ ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ ഞാൻ വിചാരിക്കുന്നു അവൻ്റെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരു ഡ്രിങ്കിൽ മിക്സ് ചെയ്താലും അങ്ങനെ വെച്ചാലും നമുക്ക് പ്രത്യേക ഒരു ബോട്ടിൽ നിന്ന് എടുത്തിട്ടിടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അവൻ്റെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഓട്സിൻ്റെ ബോക്സിൽ ബോട്ടിലിൽ ഇതും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമുക്കത് കുറുക്കാക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് അത്ര പൗഡറായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നേ ഉള്ളൂ. കുറച്ച് തരി ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇവനക്ക് മോനെ നമുക്ക് ഡ്രിങ്ക്സൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് നമുക്ക് ക്ലീനിങ്ങിൽ ജോയിൻ ചെയ്യാം ഉമ്മാരപ്പം. അപ്പോൾ ഞാനിതാക്കിയിട്ട് അവനക്ക് കുടിക്കാൻ കൊടുക്കുന്ന സമയം കൊണ്ട് ഉമ്മ അടിച്ചു വാരിയിട്ട് കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ തുടക്കേണ്ട മഫും ഒക്കെ എടുത്തിട്ട് പോയിട്ട് തുടച്ചിട്ട് സെറ്റാക്കിയിട്ട് വരും. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ നാസ്തയ്ക്കാനിരുന്നു. ഉമ്മയും ഞാനും കൂടി നാസ്തയ്ക്കാനിരുന്നു. അപ്പോൾ നാസ്തയ്ക്ക് ഉണ്ടായത് ദോശയും പിന്നെ മീൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ നാസ്തയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വീഡിയോ എഡിറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഒരു 3 മണിയായ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇളയമാനെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ, ഉമ്മ, പിന്നെ എൻ്റെ 2 ഏട്ടന്മാരുടെ ഭാര്യമാർ എല്ലാവരും കൂടിയിട്ട് അമ്മായിമാരൊക്കെ കൂടിയിട്ട് ഓട്ടോയിൽ പോയി. ഒരു 4 മണിയാകുമ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. കുറേ നാളായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, ഇങ്ങനെ ഇളയമ്മടുത്ത് പോകണമെന്ന്. എന്തെങ്കിലും ഒരു മുടക്കം ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത്ര നീണ്ടു പോയിട്ടുണ്ടായത്. ഞാനിവിടുന്ന് 2:30 ആക്കിയിട്ട് വീട്ടിൽ നിന്ന് 2:30 ആകുമ്പം ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ 2:30 ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ച് പറഞ്ഞ് ലാസ്റ്റ് ഒരു 3:30 ആകുമ്പോൾ എന്നിട്ടാണ് ഞാൻ ഇറങ്ങി തന്നെ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പഞ്ച്വലായിട്ടുള്ളൊരു ആളായിരുന്നു ഞാൻ. 8 മണിക്ക് എത്തണമെന്ന് പറഞ്ഞാൽ 8 മണിക്ക് ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും ഞാനെത്തും. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് 1 മണിക്കൂർ ലേറ്റായി. പിന്നെ കുട്ടികളൊക്കെ ആയതിനു ശേഷം അത് പിന്നെ പഞ്ച്വാലിറ്റി ഒരു സ്പെല്ലിങ് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയല്ല ഉള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ ഇളയമ്മനെ കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ അടുത്തില്ല കുറേ ആൾക്കാരെ കാണാനുണ്ടായിരുന്നു, വയസ്സായ ആൾക്കാരൊക്കെ. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാൻ പോയി. നല്ല എൻജോയ് ചെയ്ത ഡേ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മളൊക്കെ എന്താവുമെന്ന് ചിന്തിച്ചു പോയൊരു ദിവസമായിരുന്നത്.
ഫ്യൂച്ചറിന് ഞാൻ പറഞ്ഞത് നമ്മുടെ അവസാന കാലത്ത് നമ്മൾ എന്തായിരിക്കും എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇന്നത് ഇല്ല പോലെ ആയിരിക്കില്ലല്ലോ നമ്മൾ അവസാനം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ വല്ലാണ്ടൊന്ന് ചിന്തിച്ചു പോയൊരു സമയമായിപ്പോയി. പിന്നെ അതിനൊക്കെ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ അമ്മായിയുടെ വീട് പുതുതായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ഇമോജെങ്കിലും കമൻ്റായിട്ട് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.